ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത്, തിരുത്തുന്നവരെ തീർത്ത് കളയുന്നത് ഉചിതമാണോ? ചിലരത് ഏതാണ്ട് വീരോചിതമായ പ്രവൃത്തിയായിട്ട് കാണും. അവൻ എന്നെ തിരുത്താൻ വന്നു, എന്നെ നേരെയാക്കാൻ വന്നു, ഞാൻ അവനെ തട്ടിക്കളഞ്ഞു. അങ്ങനെ തിരുത്തുന്നവരെ തീർത്ത് കളയുന്നത് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഉചിതമായ ഒരു കാര്യമല്ലെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളിത് പഠിക്കുന്ന ഒരു വിശുദ്ധൻ്റെ ജീവിതം വിലയിരുത്തിക്കൊണ്ടാണ്. ജെറൂസലേമിലെ വിശുദ്ധ ആഞ്ചേലൂസ്, അങ്ങനെ ഒരു വിശുദ്ധനുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വിജാതീയരായിരുന്നു. അവിടുന്ന് കൺവേർട്ട് ക്രിസ്ത്യൻസ്, അവർ വിശ്വാസം സ്വീകരിച്ച് ക്രിസ്തു മതത്തിലേക്ക് വന്നവരാണ്. ഈ ജെറൂസലേമിലെ വിശുദ്ധ ആഞ്ചേലൂസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഏകാന്തത ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ചിലർക്ക് ഒരു 5 മിനിറ്റ് ശാന്തമായിട്ടിരിക്കാൻ അവർക്ക് പറ്റത്തില്ല, അറിയത്തുമില്ല, അത് അവർ ഇഷ്ടപ്പെടുന്നുമില്ല. പക്ഷേ ഏകാന്തത ഇഷ്ടപ്പെട്ട, അത് പ്രാർത്ഥനയ്ക്കും ആത്മീയ കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഏകാന്തത അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടിരുന്നത്. മാത്രമല്ല സിസിലിയിൽ, അവിടെ ആ പ്രദേശത്ത് ഒരുപാട് സുവിശേഷ വേല ചെയ്ത ഒരു വ്യക്തിയാണ് ആഞ്ചലൂസ്. അദ്ദേഹം അങ്ങനെ വിശിഷ്ടമായ സുവിശേഷ വേല ചെയ്തു വന്നപ്പോൾ ഒരു ദുർമാർഗിയെ കണ്ടു, ഒരു തെറ്റായ മാർഗത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി. ആ മനുഷ്യനെ തിരുത്തി, നീ ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവനെ തിരുത്തി. ദുർമാർഗിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവൻ ചെയ്തൊരു കാര്യം, ആഞ്ചലൂസിനെ വധിച്ചു കളഞ്ഞു, അവനെ കൊന്നു കളഞ്ഞു. എന്നെ തിരുത്താൻ വന്നവനെ ഞാൻ തട്ടിക്കളഞ്ഞു. ഏതാണ്ട് ഈ മനോഭാവത്തിൽ കഴിയുന്ന വ്യക്തികൾ, ചിലർക്ക് ആരിൽ നിന്നും ഒരു തിരുത്തലും ഒരു കറക്ഷൻസും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കറക്ഷൻസ് എടുക്കാൻ വിമുഖത കാണിക്കുന്നവരും കറക്റ്റ് ചെയ്യുന്നവരെ തട്ടിക്കളയാനും പരിശ്രമിക്കുന്ന സംഭവങ്ങൾ ബൈബിളിലും നമ്മൾ കാണുന്നുണ്ട്. പ്രഭാഷകൻ 30-ാം അധ്യായത്തിലൂടെ ഒന്ന് കടന്നു പോയാൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, മക്കളെ തിരുത്തേണ്ട മാതാപിതാക്കൾ തിരുത്തണം. അവർക്ക് തെറ്റ് പറ്റുമ്പോൾ തിരുത്തണം. ശിക്ഷണം കൊടുക്കേണ്ടടുത്ത് ശിക്ഷണം കൊടുക്കണം. അതല്ല എങ്കിൽ ആ മക്കളെ നിങ്ങൾക്ക് നഷ്ടപ്പെടും, ആ മക്കളെ നിങ്ങൾ വഷളാക്കും, അതിന് നിങ്ങളും ഉത്തരവാദിയായി മാറും എന്നുള്ളത് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. തിരുത്തൽ എടുക്കാൻ വിമുഖത കാണിച്ച ചില ബൈബിൾ കഥാപാത്രങ്ങളെ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ വ്യക്തി ഹെറോദേസ്. മർക്കോസ് 6-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹെറോദേസിനെ തിരുത്താൻ ചെന്ന സ്നാപക യോഹന്നാൻ പിന്നീട് അവൻ്റെ ജീവിതത്തിൽ വന്ന കാര്യങ്ങൾ അവസാനം അവൻ്റെ തല പോലും വെട്ടിമാറ്റി. സ്നാപകന് തല നഷ്ടപ്പെട്ടു, ജയിലിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെയുള്ള പലവിധ ബുദ്ധിമുട്ടുകളിലൂടെ, സഹനത്തിലൂടെ സ്നാപകൻ കടന്നു പോകേണ്ടി വന്നു. ഹെറോദേസിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവനെ തിരുത്താൻ വേണ്ടി ചെന്ന, നീ ചെയ്യുന്നത് ശരിയല്ല, നീ ആൾ ശരിയല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല, അവനെ ജയിലിലിട്ടു. പിന്നീടൊരു അവസരം വന്നപ്പോൾ ഹെറോദിയായുടെ ആ ഒരു ആവശ്യപ്രകാരം സലോമി ആവശ്യപ്പെട്ടതിനനുസരിച്ച് അവൻ്റെ തല വെട്ടിക്കൊണ്ടുവരുന്ന രംഗം നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതൊരു കൂട്ടരെ നമുക്ക് കാണാൻ സാധിക്കും, ഫരിസേരും നിയമജ്ഞരും. കർത്താവ് പല അവസരങ്ങളിൽ അവരെ കറക്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. നിങ്ങൾ ശരിയല്ല, നിങ്ങളുടെ പ്രവൃത്തി ശരിയല്ല, നിങ്ങളുടെ മനോഭാവം ശരിയല്ല. യോഹന്നാൻ 8-ാം അധ്യായത്തിൽ പല അവസരങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ കറക്റ്റ് ചെയ്യുന്ന യേശു. ഇനി അത് അവർക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇവൻ പിശാചുബാധിതനാണെന്ന് മുദ്ര കുത്തിയ സംഭവം നമ്മൾ കാണുന്നുണ്ട്. അവനെ കല്ലെറിയാൻ വേണ്ടി കല്ലെടുക്കുന്ന രംഗം. അവന് പിശാച് ബാധിച്ചിരിക്കുകയാണ്, മാനസിക രോഗമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൻ്റെ മേൽ ആരോപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം അവരെ തിരുത്തിയപ്പോൾ ഈ ഫരിസേയർക്ക് നിയമജ്ഞർക്ക് അത് എടുക്കാൻ പറ്റിയില്ല. ഉസിയ രാജാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 2 ദിനവൃത്താന്തം 26-16 മുതൽ വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഉസിയ, അവന് പേരും പ്രശസ്തിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ മനസ്സിൽ കൂടെ പോയ ഒരു കാര്യം, ഞാൻ തന്നെ ആ ബലിയർപ്പണം അങ്ങ് നടത്താം. പുരോഹിതർ ചെയ്യുന്നത്, ഒരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ പോലും പുരോഹിതനാണ് ചെയ്യേണ്ടത്. ബലിയർപ്പണം പുരോഹിതൻ നടത്തേണ്ടതാണ്. ഇനി ആ ബലിയർപ്പണത്തിൽ രാജാവ് പങ്കുകൊള്ളുക ചെയ്യേണ്ടത്. ഉസിയ പറഞ്ഞു, ഞാൻ ആ ബലിയർപ്പണം നടത്താൻ പോവാ. അവനെ തടയുകയും തിരുത്തുകയും ഒക്കെ ചെയ്ത പുരോഹിതന്മാർ, അവരോടവൻ കയർത്ത് കയറി. അതുപോലെ തന്നെ കയർത്ത് സംസാരിച്ചത് മാത്രമല്ല, അവൻ കോപിച്ച് അവൻ ഉദ്ദേശിച്ച കാര്യം ചെയ്യാൻ മുന്നോട്ട് പോയി. തൽക്ഷണം അവൻ്റെ നെറ്റിയിൽ ഒരു കുഷ്ഠം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വചനം പഠിപ്പിക്കുക. അങ്ങനെ അവന് ആളുകളുടെ ഇടയിൽ നിന്നും ഏകാന്തവാസത്തിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. തിരുത്തൽ എടുക്കേണ്ട പോലെ എടുക്കാതിരുന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വന്ന വൻ നാശം. രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുക, തിരുത്തൽ കരുത്തേകും എന്ന യാഥാർത്ഥ്യം വചനം പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് കരുത്തുള്ളവരാകാൻ പറ്റണമെങ്കിൽ
ശോഭയുള്ളവരാകാൻ പറ്റണമെങ്കിൽ ഈ തിരുത്തൽ അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 7 മുതൽ വായിക്കുമ്പോൾ, നീ ജാരസന്തതിയാകാതിരിക്കണമെങ്കിൽ നിനക്ക് ശിക്ഷണം ആവശ്യമാണ്, തിരുത്തൽ ആവശ്യമാണ്, വെട്ടിയൊരുക്കൽ ആവശ്യമാണ്. അതില്ല എങ്കിൽ നീ ജാരസന്തതിയായി മാറാനുള്ള സാധ്യതയുണ്ടെന്ന്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 17-ാമത്തെ വചനം എടുത്താലോ, നിനക്ക് ജ്ഞാനത്തിൻ്റെ അഭിഷേകം വേണോ? അതിന് വെട്ടിയൊരുക്കുന്ന അനുഭവം, ചസ്റ്റൈസ്മെൻറ്റ്, അതിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ അഭിഷേകം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. പ്രഭാഷകൻ 2-ാം അധ്യായം 5-ാമത്തെ വചനം, സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ദൈവത്തിന് സ്വീകാര്യരാകാൻ നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം സഹനത്തിൻ്റെ തീച്ചൂളയിൽ. അങ്ങനെയുള്ളവരാണ് ദൈവത്തിന് മുമ്പിൽ വിലയുള്ളവരായി മാറുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. എസെക്കിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിൻ്റെ മക്കളാണേലും ആരാണേലും തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. അവരത് അംഗീകരിച്ചാൽ നിനക്ക് അവരെ നേടാൻ പറ്റി. അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ നാശത്തിന് നീ ഉത്തരവാദിയാകില്ല. തിരുത്തേണ്ടവരെ തിരുത്താതെ അല്ലെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കാതിരുന്നതിൻ്റെ പേരിൽ ഒരു നഷ്ടം, നാശം അവിടെ വന്നാൽ നീയും അതിന് ഉത്തരവാദിയാകും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവസാനമായിട്ട് നമ്മൾ കാണുന്നത്, വെട്ടിയൊരുക്കാത്തവ കാട് കയറും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാലോ, ഒരു പാവൽ നമ്മൾ നട്ടിട്ട് ഒരു കമ്പ് കുത്തിക്കൊടുത്ത് അതേ കൂടെ കയറി പന്തലയിലേക്ക് കയറി കഴിഞ്ഞാൽ മനോഹരമായിട്ട് അവിടെ കിടന്നത് ഫലം പുറപ്പെടുവിക്കും. നിലത്തൂടെ പടർന്നു പോകുന്നത് ആ രീതിയിൽ മനോഹരമായിരിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ വെട്ടിയൊരുക്കൽ, ഹെഡ്ജസ്, വെട്ടിയൊരുക്കി നല്ല ഷേപ്പിൽ നമ്മൾ നിർത്തുന്നത്, ആ വെട്ടിയൊരുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട്. ഇതുപോലെ വെട്ടിയൊരുക്കാത്ത അല്ലെങ്കിൽ ആ വെട്ടിയൊരുക്കൽ അംഗീകരിക്കാത്തവരെ കാട് കയറിപ്പോകും എന്നുള്ളത് നാം തിരിച്ചറിയണം. നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് സംരക്ഷണം. ഈ സംരക്ഷണം നൽകുന്ന പല കാര്യങ്ങളുണ്ട്. കൽപ്പനകൾ പാലിക്കുന്നത്, വചനമനുസരിക്കുന്നത്, കൂദാശകൾ നമ്മൾ സ്വീകരിക്കുന്നത്, ഇതെല്ലാം നമുക്കൊരു പ്രൊട്ടക്ഷനാണ്, സംരക്ഷണ വലയം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മെയിൻ്റനൻസ്. നമുക്ക് വളരെ ആവശ്യമാണ്. ഈ മെയിൻ്റനൻസ് അതെവിടെയാ, എങ്ങനെയാണ് സംഭവിക്കുക? പ്രാർത്ഥിക്കുന്നതിലൂടെ. ഈ പറഞ്ഞ വചനവും കൂദാശകളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സഭയും ഇതെല്ലാം നമുക്ക് പ്രൊട്ടക്ഷൻ തരും. പക്ഷേ അത് അനുഭവിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നവരാകണം. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ്സ് നമിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.